ഹലോ ഗായ്സ്, അപ്പം നമ്മൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് ഒരു സംഭവബഹുലമായ ഷോപ്പിങ്ങിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയാൽ എന്താകുമെന്നൊന്നും അറിയില്ല. ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അധികം നമ്മൾ ഇവരെ ഷോപ്പിങ്ങിനൊന്നും കൊണ്ടുപോകാറില്ല. രണ്ടുപേരും തെക്കും വടക്കും ഓടുമ്പോൾ നമ്മളും അതിൻ്റെ പുറകെ ഓടും. നമ്മൾ പോയ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു രാത്രി ആയപ്പോഴാണ് ഞാനും ഇക്കാക്കയും മെസ്കുട്ടിയും എംകുട്ടിയും കൂടി ഒരു കുട്ടി ഷോപ്പിംഗ്. നമുക്കൊരു മോപ്പ് വാങ്ങണം, പിന്നെ 2-3 ഡ്രസ്സും വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കട എത്തണവരെ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. കട എത്തി അതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും രണ്ടിൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. ഈ പാവം പോലെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തോന്നും, അയ്യോ പാവം എന്ത് നല്ല കുഞ്ഞ്. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ ഉള്ളിലുള്ള നാഗവലികൾ പുറത്തിറങ്ങാൻ തുടങ്ങും. ഈ വീഡിയോ കാണുന്ന ട്വിൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. നിങ്ങളായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ളതായിരിക്കും എന്തായാലും. ആദ്യം ഒരാൾ ഒരു പാവ എടുക്കും, അത് കഴിഞ്ഞ് അടുത്ത ആൾ ഒരു പാവ എടുക്കും, പിന്നെ അത് തമ്മിൽ എക്സ്ചേഞ്ച് ആക്കും. പിന്നെ വേറെ ഒരെണ്ണം വേണമെന്നും പറഞ്ഞ് ഒരെണ്ണത്തിന് വേണ്ടി 2 കൂടി അടിയാകും. എൻ്റെ പൊന്നെ ഒന്നും പറയാണ്ടിരിക്കണേ നല്ലത്. നല്ല രസമാണ് കേട്ടോ. 2 എണ്ണത്തിനെയും കൂടി പോയാൽ നമ്മളെ കാര്യം നടക്കൂല, അവരെല്ലാം നടക്കും. അങ്ങനെ പാവൻ്റെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളിനി മോപ്പ് വാങ്ങാൻ വേണ്ടി നമ്മൾ വന്ന കാര്യം മറന്നു പോയിട്ടോ. അവരെ പുറകെ നടന്നിട്ട് മോപ്പ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. രണ്ടുപേരും അവരവർക്ക് ഇഷ്ടമുള്ള മോപ്പ് എടുത്തിട്ട് അവിടെ എല്ലാം തുടക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് എല്ലാം പറയണ്ടായിരുന്നു, ഈ പിള്ളേർ ഇവിടെ നിർത്തിയേക്ക് ജോലിക്ക് ആയിട്ട്. പാവം എൻ്റെ സ്കൂട്ടി അങ്ങനെ ആ കടയിൽ ഒരു സെക്ഷനൊക്കെ അവർ തുടച്ചു കൊടുത്തു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു. എൻ്റെ കുഞ്ഞ് ഞാൻ ചെയ്യണത് കണ്ടിട്ടാണ് ഇങ്ങനെ ഇതുവരെയൊക്കെ ഇവിടേക്ക് ഇങ്ങനെ തുടക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ മോപ്പ് നോക്കിയിട്ട് ഒന്നും ഇഷ്ടമായില്ലേ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ നമ്മൾ മോപ്പ് ഒന്നും എടുത്തില്ല കേട്ടോ. പകരം ഇവരവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുത്തുട്ടോ രണ്ടുപേരും. പിന്നെ അവിടെ നിന്ന് നമുക്ക് സ്കുട്ടിക്കും 2 ഉടുപ്പ് കൊടുത്തു, പിന്നെ കുക്കീസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീഫ് വാങ്ങിച്ചു. കുട്ടീൻ്റെയും പുറകെ ഓടി ഞാൻ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അതേ അതെ. അങ്ങനെ നമ്മൾ ഇറച്ചിയെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടോ. നല്ല വിശക്കുന്നുണ്ടായിരുന്നു, രാത്രി ആയതുകൊണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ലേ. അങ്ങനെ ചായയും കുടിച്ച് ചെറുതായിട്ട് സ്നാക്കും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോയ കാര്യം നടക്കാത്ത ഒരു സംഭവബഹുലമായ ഷോപ്പിംഗ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ.